നമ്മുടെ കേരളത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ നടന്നു വരികയാണ്. ഇതിനിടയിലാണ് ലഹരിയിൽ അടിമപ്പെട്ട ഒരു മകനെ അമ്മ ഇന്നലെ പോലീസിൽ ഏൽപ്പിച്ചത്. വളരെ ധീരമായ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാറിന് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും മാക്സിം ഗോർക്കിയുടെ ആ അമ്മയുണ്ടല്ലോ, മകൻ രാജ്യത്തിനെതിരെ തിരിഞ്ഞപ്പോൾ അവനെ കൊല്ലാൻ വകവരുത്താൻ വേണ്ടി മടിക്കാത്ത ഒരു അമ്മയുടെ ധീരത. അതാണ്. ഈ മകൻ ലഹരിക്കടിമയായിരുന്നു. പറഞ്ഞു നോക്കി, നമ്മുടെ സാമന്താനം ഭേദം ദണ്ഡമെന്നാണല്ലോ, പലതരത്തിൽ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അവസാനം തന്നെ ഈ മകൻ എന്ത് ചെയ്തെന്നറിയാമോ? അമ്മയും വീട്ടിലുള്ളവരെയും മുഴുവൻ കൊല്ലുമെന്നുള്ള ഒരു ലഹരിയിലേക്ക് അങ്ങ് എത്തി. അദ്ദേഹത്തിൻ്റെ ലഹരിയുടെ ആ അഡിക്ഷൻ. അതിങ്ങനെ വരാം, ഇങ്ങനെ സംഭവിക്കാം. സാധാരണഗതി ചെറിയ ഡോസിലായിരിക്കും തുടങ്ങുന്നത്, അതുകൊണ്ട് പോരാതെ വരും. നമ്മുടെ ഡോപ്പമിൻസിനെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇത് ചെയ്യുന്നത്. ഡോപ്പമിൻസിനെ പ്രചോദിക്കാൻ കൂടുതൽ വേണ്ടി വരും. കൊണ്ടുപോകാമെന്ന് ഡോപ്പമിൻസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായിട്ട് കൂടിയ അളവിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കും. കൂടിയ അളവിലേക്ക് ഇത് രക്തത്തിലോട്ട് വരുന്നതോടുകൂടി നമ്മളല്ലാതായിത്തീരുക. കള്ളു കുടിച്ചാൽ മൃഗീയമാകും എന്നൊക്കെ പറയുന്നത്, ഈ മൃഗീയവുമല്ലാത്ത പൈശാചികവുമല്ലാത്ത ചെകുത്താനും അപ്പുറത്തേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. മനുഷ്യത്വം മരവിച്ചു പോകും, മനുഷ്യത്വം ഇല്ലാതാകും. ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല. എപ്പോഴും ആ സാധനം ഇങ്ങനെ കിട്ടണം, ഡോപ്പമിൻസിനെ അതിങ്ങനെ പ്രചോദിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയ്ക്കപ്പുറം മറ്റൊരു ചിന്തയില്ല. വെഞ്ഞാറമൂട് കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാർ ഇത്രയും വിപുലമാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ എന്തെങ്കിലുമൊക്കെ കൊലപാതകങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ ലഹരിക്ക് എതിരായിട്ടുള്ള പ്രകടനങ്ങളും ക്യാമ്പയിനുകളും ഒക്കെ നടത്തുന്നത്. പക്ഷെ ഇതുപോലെ തന്നെ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കേരളം ഒരു ലഹരി വിമുക്ത കേരളം തന്നെ ആക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ ഒരു ക്യാമ്പയിനുകൾ ഇപ്പം ചാനലുകൾ നടത്തുന്ന ക്യാമ്പയിനുകളുണ്ട്, ഓരോ സംഘടനകൾ നടത്തുന്നതുകൊണ്ട്, നമ്മുടെ സർക്കാരിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ക്യാമ്പയിനുകൾ കാരണമാണ് ഇപ്പോൾ ഒരു അമ്മയാണ് മകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. അപ്പോൾ ഇത്രയും ധൈര്യപൂർവ്വം ഒരമ്മ വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് തന്നെയല്ലേ, ഈ ക്യാമ്പയിനുകളുടെ ഒരു ഫലമായിട്ട് തന്നെയല്ലേ ഈ സഹോദരിമാരായാലും അമ്മമ്മ. ഇന്നലെ ഒരു ചെറിയ പെൺകുട്ടി ഒരു ചാനലിൽ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭയങ്കര ധീരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത്, സാർ ഇതിനൊപ്പം ഞാനുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, എൻ്റെ സഹപാഠികൾ ഞാൻ പറയും, അവരെയും ഞാൻ കൂട്ടും, ഒരു ലഹരികളും ഒരു മദ്യവും നമ്മുടെ നാട്ടിലുണ്ടാവരുത്, എൻ്റെ നാടിനെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അവതാരകൻ ചോദിക്കുന്നു, മോൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? പക്ഷെ ഒന്നും പറയുന്നില്ല. പക്ഷെ അവളുടെ കണ്ണുകളിൽ ആ ഒരു ജ്വലനം കാണുമ്പോൾ നമുക്കറിയാം അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ അവൾക്ക് പറയാനുണ്ട്, അവളുടെ ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവൾ അതിൽ മനമെടുത്താണ് ഈ ഒരു ചാനലിൽ അത്രത്തോളം വന്ന് വളരെ കോൺഫിഡൻസ്, അതായത് 15 കിലോമീറ്റർ ദൂരെ നിന്നാണ് വന്നത്, തിരിച്ചു കൊണ്ടുവിടട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം. അപ്പൊ അത്ര ധൈര്യപൂർവ്വം പെൺകുട്ടികൾ ഉൾപ്പെടെ അമ്മമാരുൾപ്പെടെ ഇപ്പൊ മുന്നിട്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു ക്യാമ്പയിനുകൾ തുടർന്നും പോണം. ഇതിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനി ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു മദ്യം പാടില്ല എന്നുള്ളതിന് ഈ ക്യാമ്പയിനുകൾക്കൊപ്പം എന്തൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്? നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കോളേജുകൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. മഞ്ഞുമലയുടെ ടിപ്പ് മാത്രമേ ആവുന്നുള്ളത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ കൃഷി മുരടിച്ചു പോവുകയാണ് എന്നാണ് വ്യാപകമായിട്ട് എല്ലാവരും പരിതപിക്കുന്നത്. ആര് പറഞ്ഞ് കൃഷി മുരടിച്ചു പോവുകയാണ്? കൃഷി മുരടിച്ചു പോകുന്നില്ല. നോക്കൂ, അടി കപ്പിയാരെ കൂട്ടമണി എന്നുള്ളൊരു സിനിമയിലെ കോളേജിലെ പ്രിൻസിപ്പലായിട്ടാണ് മുകേഷ് അഭിനയിക്കുന്നത്. ലോഹയൊക്കെ ഇട്ട് പ്രിൻസിപ്പൽ, ഒരു വികാരി അച്ഛനും കൂടിയാണ് അദ്ദേഹം, ഫാദർ. അദ്ദേഹം ചെന്ന് ഓരോ മുറിയിലും നോക്കുമ്പോൾ ആ മുറികളിലെല്ലാം ഇങ്ങനെ ചെടിച്ചട്ടിയിൽ വളരെ ഭംഗിയായിട്ട് അവർ നട്ടു വളർത്തുക ചെടികൾ. മക്കളെ ഇങ്ങനെ വേണം കേട്ടോ, നല്ല മാതൃക എന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ട് പോവുക. പള്ളിയിലച്ഛൻ അറിയുന്നില്ല അത്, അദ്ദേഹം അത് ഉപയോഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് കഞ്ചാവ് ചെടിയാണ് വളർത്തി വെച്ചിരിക്കുന്നത്. കൊച്ചു പിള്ളേർ കൗതുക വസ്തുവായിട്ട് അത് സേവിക്കുന്നവരുണ്ട്. അത് നമ്മൾ സിനിമയിൽ കണ്ട ചുമ്മാ ഒരു അത്യുക്തിയാണെന്ന് നമ്മൾ വിചാരിച്ചത്. അങ്ങനല്ല. കോളേജുകളിലൊക്കെ വ്യാപകമായിട്ട് ഓരോ ഹോസ്റ്റൽ മുറികളിലും ഇപ്പോൾ അതിൻ്റെ വളർത്തുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ഒരു കോളേജ് അതിനൊക്കെ അപ്പുറം പോയി. ആ സിനിമയുടെ സംവിധായകനോ തിരക്കഥാകൃത്തിനോ കണ്ടെത്താൻ കഴിയാത്ത മേഖലകളിലൂടെ പറന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ കഞ്ചാവ് കച്ചവടം. ഒരു കോളേജ് ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? പൊതികളാക്കി, ചോറ് പൊതികളാണല്ലോ ഉച്ചയ്ക്ക്, പൊതിച്ചോറെന്ന് പറഞ്ഞാൽ അത് മടക്കി വെക്കുന്നത് പോലെ, തിരുവനന്തപുരത്ത് മടക്കെന്ന് പറയും, അത് മടക്കി വെക്കുന്നത് പോലെ കഞ്ചാവ് ഓരോരുത്തർക്കായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത്യാവശ്യക്കാർക്ക് ഇതെല്ലാം മടക്കി ഇങ്ങനെ വെക്കുക. ഓരോന്നിനുമുള്ള വില എങ്ങോട്ട് പോകേണ്ട. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കാനുള്ള സാധനങ്ങൾ
എന്നിട്ട് ഇത് ഉണ്ടാക്കിയ ആളിനെ, ഇതിൻ്റെ വിതരണക്കാരനെ പിടിച്ചപ്പോൾ അയാൾ പറയുന്നത്, നിങ്ങൾ എന്തിനാ സാറേ എന്നെ അറസ്റ്റ് ചെയ്തത്? കഞ്ചാവ് കുഴപ്പമുള്ള സാധനമൊന്നുമല്ല, അത് നല്ല സാധനമാണ്, എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, സന്യാസിമാർ വരെ ഉപയോഗിക്കുന്നതാണ്. കഞ്ചാവ് ഉപയോഗിച്ചാൽ സാറേ നമുക്ക് ഒരു കുഴപ്പമുണ്ടാകും, നമ്മുടെ വിശപ്പ് കൂടും, മറ്റെന്തൊക്കെയോ കൂടുമെന്നൊക്കെ അയാൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഞാനിവിടെ ഒരു പരിസ്ഥിതി പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തിയിലുള്ള മലകൾ, വർഷങ്ങൾക്ക് മുമ്പാണത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കാട്ടിൻ്റെ നടുക്ക് ഇങ്ങനെ കൂട്ടമായിട്ട് കഞ്ചാവ് ചെടികൾ ഇങ്ങനെ, നല്ല മനോഹരം അത് കാണാൻ, കൂട്ടമായിട്ട് നിൽക്കും. മനോഹരമാണ്, കാണാനേ ഉള്ളൂ, കഴിക്കാനത് മനോഹരമായിരിക്കുകയില്ല. പിന്നെ നമ്മൾ അഡിക്റ്റായി പോകും, ഇതിനെ തിരിച്ചുവരവുണ്ടാവില്ല. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ കഞ്ചാവിന് പിടിച്ച ആൾക്കാരും ഒക്കെ സ്ഥിതി ഇതാണ്. തിരിച്ചു വരാൻ അവർക്ക് പറ്റില്ല. ഇത് കിട്ടിയില്ലെങ്കിൽ, സമയത്തിന് ഇത് കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഈ പയ്യൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ പിടിക്കപ്പെട്ട പയ്യൻ അമ്മയെ കൊല്ലും, ആരെ വേണമെങ്കിലും കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ച അഭാൻ എന്ന് പറയുന്ന യുവാവ് ഈ ചെയ്തത് കഞ്ചാവിനുള്ള പണം കിട്ടാത്തതിൻ്റെ പേരിൽ അവർ ചെയ്യും. കഞ്ചാവിൻ്റെ ഒരു കുഴപ്പം, അത് കിട്ടിയില്ലെങ്കിൽ എന്തും ചെയ്യാൻ അവർ മടിക്കുകയില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കുറവൻകോണത്ത് ഇതുപോലൊരു കൊലപാതകം നടന്നത്. അന്ധവിശ്വാസമാണെന്ന് പറയുന്നു, ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് വലിയ പണമുള്ള കുടുംബത്തിലെയാണ്. കഞ്ചാവിന് പണം കൊടുത്തില്ലെങ്കിൽ ഇത് സംഭവിക്കും. അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. മരണം, കൊല്ലുക എന്ന് പറയുന്നത് ഈ കഞ്ചാവ് എന്ന് പറയുന്ന ലഹരിയുടെ, കഞ്ചാവ് മാത്രമല്ല, മാരിജുവാന, അതുപോലെ ADMA, MDMA, പേര് പോലും ചൊവ്വേ പറയാൻ അറിയത്തില്ല. ഇപ്പോൾ എല്ലാ പിള്ളേർക്കും അറിയാതെ, കുട്ടികൾക്കെല്ലാം MDMA. അപ്പോൾ അങ്ങനെയുള്ള MAകളാണിപ്പോൾ കുട്ടികൾ ബിരുദമായിട്ട് കൊണ്ട് നടക്കുന്നത്. കൊച്ചു പിള്ളേരിൽ നിന്ന് വരെ തുടങ്ങും. കൊച്ചു പിള്ളേരെ, ഇതിൻ്റെ ഏറ്റവും വലിയ കഷ്ടം ഏജൻറ്റുമാരെ ഇട്ട് ഉപയോഗിക്കുന്നു. കൊച്ചു പിള്ളേരാകുമ്പോൾ സംശയിക്കത്തില്ലല്ലോ, ചേട്ടന്മാർ പറയുന്നു മോനെ ഇതങ്ങോട്ടും കൊണ്ടു കൊടുക്കുക. അപ്പോൾ നിർവ്യാജമായും നിഷ്കളങ്കവുമായിട്ടുള്ള ആ മനസ്സുകൾ അതൊന്നും അറിയാതെ ഇതിങ്ങനെ കൊണ്ടു കൊടുക്കും. അതുപോലെ തന്നെ ബാഗുകൾ, ഇപ്പോൾ കഞ്ചാവിന് പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്നത് എന്താണെന്നറിയാം. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബാഗ് കൊണ്ട് വെച്ചിരിക്കുന്നു, ആ ബാഗിലേക്ക് അവൻ ഇതെടുത്ത് അങ്ങ് മാറ്റും, അവൻ രക്ഷപ്പെട്ടു പോകും. പിടിച്ചു കഴിഞ്ഞാൽ ഈ ബാഗിൻ്റെ ഉടമസ്ഥൻ പിടിക്കപ്പെട്ട് ജയിലിനകത്ത് കിടക്കും. ഇതാണ് ഇതിനകത്തെ കുഴപ്പം. അളവ് വെച്ചിട്ടാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇത്രയും ഗ്രാമിൽ കുറഞ്ഞാൽ അവന് ജാമ്യത്തിൽ അങ്ങ് പോവാം. ഈ വ്യവസ്ഥ മാറ്റണം. കഞ്ചാവ് കൈവച്ചാൽ, കഞ്ചാവ് അടിക്കുന്ന സംഘങ്ങളുടെ കൂടെ ഇരുന്നാൽ അപ്പം തന്നെ അവനെ ജയിലിലിടണം. ഇതാണ് എനിക്ക് കായംകുളം MLA യോട് എളുപ്പം. അവരുടെ കമ്പനിയിൽ കൂടുന്ന ഒരൊറ്റ ആളെ, അവരുടെ കമ്പനിയിൽ പോകുന്നത് പോലും തെറ്റാണെന്ന് ശിക്ഷാർഹമായ കുറ്റമായിട്ട് തന്നെ കണക്കാക്കണം. എന്തുകൊണ്ടാണെന്നറിയാം? 2 ദിവസം പോയി കഴിയുമ്പോൾ അവനും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നും. പിന്നെ പാതാള കുഴിയിലേക്കാണ് പോകുന്നത്. ഒരിക്കലും നമുക്ക് പാതാളക്കരണ്ടി കൊണ്ട് പോലും എടുക്കാൻ പറ്റാത്ത ആഴത്തിലേക്ക് പോയി കഴിഞ്ഞു. തിരിച്ചു കൊണ്ടുവരാൻ ലഹരി വിമുക്തം എന്നൊക്കെ പറയുന്നത് നിരർത്ഥകമായിട്ടുള്ള വ്യായാമങ്ങളാണ്. ഒരിക്കലും അവർക്ക് സ്വസ്ഥമായിട്ട് തിരിച്ചു വരാൻ കഴിയില്ല. മനോരോഗത്തിനടിപ്പെട്ടോ അല്ലെങ്കിൽ വേറെ ഒരു രൂപമായിട്ടോ വേറൊരു മനുഷ്യനായിട്ടോ മാത്രമേ തിരിച്ചു വരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. സിഗരറ്റിനാണെങ്കിൽ ഒരു അന്തമുണ്ട്, നമുക്ക് പറ്റും നിർത്താം. കള്ളാണെങ്കിൽ പോലും നിർത്താം. കള്ള് കുടിച്ച് ലിവറിന് കുഴപ്പമുണ്ടായ കള്ള് കുടിക്കുന്ന നിമിഷം തൊട്ട് നമ്മുടെ ലിവർ വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും, തിരിച്ചെടുക്കാം. പക്ഷേ ആത്മാവിനെയാണ് ഈ കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകൾ ബാധിക്കുന്നത്. ആത്മാവിനെ ഒരിക്കലും നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റാത്തതാണ്, തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തതാണ്. ആത്മാവ് വ്രണപ്പെട്ട് കഴിഞ്ഞാൽ, അതിന് ഹത്യ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു തിരിച്ചു വരവ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ അമ്മ ചെയ്തത് നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഈ അമ്മ ഈ ഭൂമുഖത്ത് മറ്റു മക്കളെ നോക്കാനായിട്ട് ജീവിച്ചിരിക്കുകയില്ലായിരുന്നു. പറഞ്ഞതും അതുപോലെ തന്നെ പ്രവർത്തിക്കുമായിരുന്നു. നല്ല കാര്യമായി. എല്ലാ അമ്മമാരും മാതൃകയാക്കേണ്ട കാര്യം. അമ്മ പറയുന്നത്, രാഹുൽ എന്ന് പറഞ്ഞ, കോഴിക്കോട് രാഹുൽ എന്ന് പറഞ്ഞ ഒരു പയ്യനെയാണ് അമ്മ ഇതേപോലെ പോലീസിൽ ഏൽപ്പിച്ചത്. പറയുന്ന കേട്ട ബന്ധുക്കളെ ഉപദ്രവിക്കുക, വീട്ടില് സ്വന്തം അമ്മയെ ഉപദ്രവിക്കാൻ വരിക, വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുക. ഇപ്പൊ ഭാര്യ പോലും വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തിരിക്കണം. അത്രയേറെ വീട്ടില് പണം വീണ്ടും ഇതിന് പണം വേണമല്ലോ, പണം ഈ പോക്സോ കേസുകൾ ഉൾപ്പെടെയുണ്ട് നേരത്തെ ഈ പയ്യന്റെ പേരില്. മാത്രമല്ല നേരത്തെ ഈ ചെറുപ്പത്തിലെ തന്നെ ഇവൻ ഈ ലഹരിക്ക് അടിമയായിരുന്നു എന്നാ പറഞ്ഞേ. ഒരു പക്ഷെ അമ്മ പലതവണ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, വിവാഹം കഴിപ്പിച്ചയച്ചത് ചിലപ്പോൾ ഇതിൽ നിന്നും ഒരു മോചനം, ഒരാള് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചിലപ്പോൾ ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ മറ്റൊരു തലത്തിലോട്ട് മൈൻഡ് മാറാം എന്നൊക്കെ തരത്തിൽ അമ്മ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും മകന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്. പക്ഷെ തീരെ നിവർത്തിയുള്ള ഒരു മകനാണ് വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെടുകയാണ്. തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഈ മകന് വേണ്ടി പല രീതിയിൽ വിനിയോഗിച്ചു. എന്നിട്ടൊന്നും ഈ മകൻ രക്ഷപ്പെടുന്നില്ല. വീണ്ടും വീണ്ടും ഈ പറഞ്ഞതുപോലെ ലഹരിക്ക് അടിമയാണ്, ലഹരിയുടെ ഡിസ്ട്രിബ്യൂട്ടറായി മാറിയിരിക്കുകയാണ് അവസാനം ഈ മകൻ. അപ്പൊ ഏത് രീതിയിലാണ് ചെന്നെത്തി, തീരെ നിവർത്തികെട്ട്, ഒരമ്മയ്ക്ക് നിവർത്തികെട്ട ഒരവസ്ഥയിലാണ് മകനെ പോലീസിൽ ഏൽപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ അമ്മമാര് മുൻപോട്ട് വരണം.
സഹോദരിമാർ മുൻപോട്ട് വരണം, അച്ഛന്മാർ മുൻപോട്ട് വരണം, എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ഇതിനെതിരെ മുൻപോട്ട്. നമ്മുടെ മക്കളാണ്. ഒരു പക്ഷേ ഇന്ന് അത് പോലീസിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ നിയമത്തിന് മുൻപിൽ കൊണ്ട് ചെല്ലുകയോ ചെയ്താൽ നമുക്ക് ഇപ്പോഴുണ്ടാകുന്ന പ്രയാസമുള്ളൂ. നാളെ ഒരു ഈ പറഞ്ഞ അതുപോലെ വെഞ്ഞാറമൂട് കൊലപാതകം പോലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കും. നമ്മുടെ കുടുംബത്ത് നമുക്ക് ജീവൻ രക്ഷപ്പെടും. ഈ പറയുന്ന ലഹരിക്ക് അടിമപ്പെട്ടവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും നിയമത്തിന്റെ മുമ്പിൽ. അല്ലെങ്കിൽ പോലീസ് തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞേ, അതും ഒരു പക്ഷേ ഇപ്പൊ അഫാന്റെ കൊലപാതകം ഇതുവരെ എങ്ങും എത്താത്ത രീതിയിലാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉമ്മ പറയുന്ന കടക്കണ്ണി ഒരു മനുഷ്യനെ എത്രയെന്ന് പറഞ്ഞാൽ ഇത്രയും പേരെ കൊല്ലാനുള്ള സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നിലും ഒരു മാനസിക രോഗിയായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ആരും അറിയാതെ ഇപ്പൊ നമ്മൾ മദ്യം എന്ന് പറഞ്ഞാൽ മണപ്പിച്ച് നോക്കി അറിയാം സാർ. ഈ അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് മിനി. ഈ മിനിയെ പോലുള്ള അമ്മമാരാണ് നമുക്ക് ആവശ്യം, അല്ലാതെ കായംകുളം MLA പോലുള്ള അമ്മമാരല്ല നമ്മുടെ ശരിയായിട്ടുള്ള മാർഗദർശികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്.